പിന്നെ ഞങ്ങൾക്ക് ഇവൻ ഇവിടെ പണിയെടുക്കും, ഞാനിവിടെ ചെറുതായിട്ട് നെട്ട് പോളിട്ടൊക്കെ അയക്കാൻ വേണ്ടിട്ട് എനിക്ക് സാലറി ഇല്ല, ഞാൻ ഫ്രീ ആയിട്ടായി. ഞാൻ വല്ലപ്പോഴേ വരാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇത്രയാന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഫ്രീ ആയിട്ട് വർക്ക് സർവീസാണോ? നമ്മള് പഴയ ഒരു വണ്ടി പ്രേമിയാണ്, അതുകൊണ്ട് വണ്ടിയോട് പണിയെടുക്കാനുള്ള ഇഷ്ടം കൊണ്ട് വരണം. പിന്നെ 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 ബ്രോടെ വണ്ടി ഏതാ? അത് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓയിലൊക്കെ കുറവുണ്ടേ. എടാ ഇതിന് എഞ്ചിൻ ഓയിലൊക്കെ ഫിൽ ചെയ്യണേ. ഹലോ 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 ബ്രോ, എഞ്ചിൻ ഓയിലൊക്കെ മാറ്റി കൊടുക്കണേ. രാവിലെ സ്റ്റോക്ക് പെർഫോമൻസ് കിറ്റ് ബാക്കി 80 എണ്ണം ഉണ്ടായിരുന്നു. ഹലോ പറഞ്ഞോ അവനവിടെ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ പോലെ നല്ല വണ്ടികളൊന്നും അങ്ങനെ ബ്രോ വർക്കൊക്കെ കുറവല്ലേ? മെയിൻ പണിക്കാരൊക്കെ ഇറക്കിയ ആശാമാര് ഈ കേടിയൊക്കെ ഹെൽപ്പറാണോ? കേടിയൊക്കെ ഹെൽപ്പറാണോ? ഇവനൊരു ഹെൽപ്പർ ആയിട്ട് ഇവിടെ നിക്കണം എന്ന് പറഞ്ഞു. എടാ നീ അതിന് ഹെൽപ്പർ അല്ലേ? ഞാൻ ഹെൽപ്പർ. ഇവൻ എന്നോട് പറഞ്ഞത് ഇവന്റെ ഹെൽപ്പർ ആവാന് എന്നോട്. എന്റെ ഹെൽപ്പർ ആയിട്ട് ഒന്ന് നിക്കാൻ പറഞ്ഞു. ഞാൻ സ്പാനർ ബോക്സ് റൈഡർ എല്ലാം എന്തൊക്കെ ടൂൾസ് വേണമെന്ന് പറഞ്ഞാൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ട്. ഓരോ പാർട്സ് കയറ്റാൻ വരുന്നതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഇത് ഞാൻ ശരിയാക്കി തരാം. അവന് എണ്ണ പോകുന്നതിന് പ്രശ്നമില്ല. പിന്നെന്താണ് അവൻ എണ്ണ പോകുന്നതിന് അവന് പ്രശ്നം. അതെ കേടി വാൾവോളൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. വോളോലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓയിലുണ്ട്. അതാ നല്ലത്. നല്ലതാ കാറിനൊക്കെ. ബൈക്കിനാണെന്നുണ്ടെങ്കിൽ മൊട്ടോള് മൊട്ടോള് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഗ്ലാസ് പോയി. നമ്മൾ പണിയെടുക്കുമ്പോ എപ്പോഴും ഗ്ലാസ് ഇടുന്ന പറഞ്ഞു. ഗ്ലാസ് പണി അല്ലെങ്കിൽ മുഖത്തേക്ക് ഇങ്ങനെ കണ്ണിക്ക് കണ്ണിലേക്ക് ഓയിലൊക്കെ തെറിക്കും. മനസ്സിലായോ? കണ്ണിന് ഭയങ്കര പ്രശ്നമാണ്. അതും നല്ല ബ്രോ. നമുക്ക് ഇതിന് എഞ്ചിൻ മാറ്റിട്ട് ഫെരാഡ് എഞ്ചിൻ കയറ്റിയാലോ ബ്രോ? നമുക്ക് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാം. എഞ്ചിന്റെ പൈസ മാത്രം എടുത്താൽ മതി. എഞ്ചിന്റെ പൈസ മാത്രം തന്നാ എഞ്ചിൻ അമേരിക്കന്ന് കൊണ്ടുവരും. 2 ദിവസത്തെ സമയം. സത്യം ഒരു 14 കോടി രൂപ എഞ്ചിന് മാത്രം. അവിടെ ഒരു
ചത്ത് ചത്ത് ആരൊക്കെയാ ചാവുന്നത്? ചത്ത് ചത്ത്. 14 കോടി ഒറ്റയടിക്ക് കിട്ടും. അയ്യോ ചത്തേ. പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരാളെ തല്ലിക്കൊന്നേ. ബ്രോ ആ ഷർട്ട് കയറിയോ? ഹലോ ബോധലാണ്ട് എടുക്കുന്ന ബ്രോ. ആ ഷർട്ടിക്ക് എന്നാ ബ്രോയുടെ പകരം ഞാൻ പണിയെടുത്തോണ്ട്. ഏയ് ചോറ് ഞാൻ കൊടുത്തോണ്ട് തലക്കാലം മാഗി മതിയാ. ഞാൻ അപ്പഴേ പറഞ്ഞ ചൂടുള്ള കൂളന്റ് ബോക്സ് തുറക്കണ്ടത്. അവനറിയത്തില്ലടാ ചൂടുണ്ടെന്ന്. വണ്ടി ഓടി വന്ന് വണ്ടിയുടെ കൂളന്റ് തുറക്കാൻ പാടില്ലല്ലോ. ഇതുപോലെ കിടക്കേണ്ടി വരും ചത്തിട്ട് കണ്ട മോദി പൊട്ടി തെറിക്കും. കൂളന്റ് എന്തെന്ന് കൂടി അറിയില്ല. കൂളറിയത്തുള്ളൂ. അറിയത്തില്ല. അല്ല കൂളന്റിന്റെ കാര്യം പറഞ്ഞതാ. കൂളന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂളും കൂടി വെച്ച് തരും. ഇന്നലെ കൂളില്ല ബ്രോ. ഞാൻ പറഞ്ഞ തമ്പാക്കിന്റെ ആളാ. എന്താണ് ടെർബോ? കൂളന്റ് നോക്കിയില്ലേ നീ? ചൂടെടുക്കുമ്പോ കൂളന്റ്. അയ്യോ പോയേ കേടി പോയേ. നമുക്ക് കൂളന്റിന്റെ പകരം നമുക്ക് ഐസ് വെള്ളം ഇട്ട് കൊടുത്താലോ? എന്താ പറയുക? ഇല്ല വാട്ടർ വേഗം കത്തിപ്പോവും. അറിയത്തില്ല വല്ല പെപ്സിയും സേവനപ്പം അങ്ങനെ എന്തൊക്കെ സാറേ ഇവിടെ ഇനിയും കേസ് വരും. കൂളന്റ് പൊട്ടി തെറിച്ചിട്ടും എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടുണ്ടോ ഞങ്ങളെ? ഇടക്കിടക്ക് പോയിട്ട് വരണല്ലോ. പെട്രോൾ കാശ് ലാഭിച്ചൂടെ സാറേ? പെട്രോൾ ഞാൻ കണ്ടു. കുത്തി മുഖത്ത് കേട്ട ബ്രോ അമേരിക്കയിൽ നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടേ. നിന്റെ അമേരിക്ക യൂറോപ്പ് കിടല ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. വണ്ടി മൊത്തം കത്തിക്കാൻ നമുക്ക്. അയ്യോ ഫ്രഞ്ച് എനിക്ക് ഇഷ്ടമല്ല. ഇല്ല എന്നെ കൊടുന്ന ആള് പോയി. ദേ നിക്കുന്നു ചൊച്ചിനായിട്ട്. അമേരിക്കൻ അല്ലേ? സത്യം പലയിടത്തും കണ്ടിട്ടുണ്ട്. ആ നമ്മളെ എന്നുവെച്ചാ അങ്ങനെ ഓരോരോ കാര്യങ്ങളെ പഴയ കാര്യങ്ങൾ. എന്താ എന്റെ അടായിട്ടും ഇറുക്കിയേനെ? എന്താടാ നിനക്ക് ഒരു തരം ഭ്രാന്ത്? അപ്പോഴേ പറഞ്ഞതാ സാറേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് പോണ്ടാന്ന്. ഇവിടെ ഇനിയും കേസ് വരും. ഉത്തരവാദിത്തില്ല. ബൈ പണിയെടുക്ക സാറേ. വാ വെൽക്കം. പിന്നെ മിക്ക ലോഡ് തട്ടിട്ട് കൂട്ടാവൻ. ഒട്ടൂല. എന്ത് കിറ്റ് മനസ്സിലായില്ല. ക്ലീനിങ് കിറ്റ് വേണോ? എന്താ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങള്? എത്ര രൂപയാ? അതാകുമ്പോ വണ്ടി കൊടുത്തേക്കാൻ വേറെ തെണ്ടിയുടെ ആവശ്യമില്ല. 5000 ഓക്കെ. എനിക്കൊരു 10 തന്നോ? വേണ്ട എപ്പോഴേലേ വരുള്ളൂ.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ ഇവിടെ വർക്ക് ചെയ്ത് പിന്നെ പിന്നെ ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നും. അതെ ബ്രോ പണിയെടുത്തു രണ്ട് നട്ട് വെക്കാൻ മറന്നുപോയി ഇവൻ. അതിന് വന്നു യാപ്പ്. ബ്രേക്ക് ഔട്ട് അതെ. സംഭവം മെയിൻ പണിക്കാരൊക്കെയാണ്. 8 ബോൾട്ടൊക്കെ നോക്കിയിരുന്നേ. അതാ അന്നെ പിടിച്ചിട്ടൊക്കെ എന്നെ ബോൾട്ട് ഇടുമ്പോ വാഷർ ഉണ്ടോ നോക്കണേ. വാഷർ ഇട്ടില്ലെങ്കിൽ ടൈറ്റ് ആവില്ല. ഒരാളെ പണിയും കൂടി കളയും. ഹലോ 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 എന്താണ് മിസ്റ്റർ ഒന്ന് കത്തിപ്പോയി. ഒരാളെ ഒറ്റയ്ക്കാക്കിട്ട് പോവുക കണ്ട. ആള് കണ്ട ഒരിക്കൽ വന്നിട്ട് പോയതാ. 2 ബോൾട്ട് ഇട്ടില്ല. തിരിച്ചു വന്നില്ലേ? ആര് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ നീ. ഞാൻ കത്തിപ്പോയില്ലടാ ശ്രദ്ധിക്കാൻ. ബ്രോ കുഴപ്പമൊന്നുമില്ലല്ലോ ബ്രോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. എടുക്കും ഞാൻ. ബോൾട്ടൊക്കെ ഇട്ടില്ലേ? ഹാപ്പി 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 അല്ലേ? എന്താ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ ചെയ്ത വർക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരും. കണ്ടിന്റെ? ഉറപ്പാ? ആ ഉറപ്പ്. നീ ഞെക്കിക്ക്. ഈ ഞെക്ക്. ഇല്ല എനിക്ക് ഈ വർക്കാവില്ല. ഈ വർക്കല്ല. ഞെക്കടാ. ഞെക്കടാ. ഈയോ അതെന്താ ബ്രോ? ഈ എന്താ? ഞെക്കടാ. ഈ എന്താ? ഞെക്കടാ, ഞെക്കടാ. ഈ ഞെക്ക്. ഈ എന്താ? ഞെക്കടാ, ഞെക്കടാ. ഈ എന്താ? ഞെക്ക് നീ. മാറ്റി നോക്കിക്കൊണ്ടിരിക്കും. ഞെക്കടാ. കീലേരി, ഇവിടെ അവിടെ കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ട് ഈ എന്നെ പട്ടി തപ്പിക്കും. എടാ ഞാൻ നിങ്ങൾക്ക് കച്ചവടം പിടിച്ചു തരാണ്. വേണ്ട. ഇപ്പൊ ഈ ബ്രോഡ് വെച്ച് നോക്കിയേ. ബ്രോ ഞാനുള്ളതുകൊണ്ടല്ലേ ബ്രോ ഇങ്ങോട്ട് വിടണ്ടാവതൊന്ന്. ഇത് ചെയ്യാൻ തുടങ്ങി. ചെയ്യാൻ തുടങ്ങി ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എടുക്കാം ബ്രോഡ് വെച്ച് നോക്ക്. അല്ലാണ്ട് നിങ്ങൾ പണിയെടുത്തോണ്ടൊന്നല്ല. ആ ഇത് ടി വിണ്ടാ? കിട്ടോ അവര് ടി വി ആണോ? കൊച്ചി ടി വി ഒക്കെ കൊച്ചി ടി വി കൊച്ചി ടി വി അമ്മ കൊച്ചി ടി വി കണ്ടിരിക്കാം. എന്റെ കൂടെ കേട്ടിരിക്കണേ. ടി വി വെക്കാന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ളി. ആ ടി വി കാണുന്നില്ലേ? കൊച്ചി ടി വി ഇതിന്റെ ഉള്ളിൽ ഇതുവരെ വന്നിട്ട് ടി വി കണ്ടിട്ടില്ല കേട്ടാ. അടിപൊളി. ഇവിടെ ഞാൻ കയറി ഇരുന്നപ്പോ നമ്മള് കുറച്ച് ഡോണാണേ. ഇവിടുന്ന് ടി വി കണ്ടോ? കൊച്ചി ടി വി വെച്ചിട്ടോ? കൊച്ചു ടി വി കേടി വാ, ഇരിക്കി. പണിയെടുക്കണം. എന്ത് പണി പേടി. എനിക്ക് പണി ഉണ്ടായേ. എടാ ഇവർക്ക് എന്റെ വില മനസ്സിലായില്ലടാ കേടി. ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്തായാലും അപ്പുറത്ത് പോകും. ഇവിടെ ഒരാൾക്ക് കസ്റ്റമർ ഡീൽ ചെയ്യാൻ അറിയത്തില്ല. ഞാൻ തന്നെ വരേണ്ടി വരും. എനിക്ക് സ്വന്തമായിട്ട് ഫാമിലിയിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവിടെ വന്നിരുന്നു. എന്നെ ചേട്ടന്മാരും ആരും വിടില്ല. ഈ കെണ്ട എന്റെ ഒരു അനിയനാ. ചത്ത ഹലോ എന്നെ വിളിച്ചാ? കള്ളന്ന് വിളിച്ചപ്പോ ഓരോന്ന് അല്ല എന്റെ പേര് കാട്ടൂന്നോ? അയ്യോ ഞാൻ കാട്ടുകള്ളന്ന് ഇങ്ങനെ വിളിച്ചേ. സോറി. ഞാനൊരു എക്സ് കള്ളനെ എഴുതേ പേര് കാട്ടു. അവന്റെ പേര് ഞാൻ ഈ പോക്കിരാജ കാട്ടുകള്ളന്ന് വിളിച്ചു. ഇവനാണോ ഇയാളാണോ പോക്കി രാജ? ഇവന്റെ പഴയ പേര് കാട്ടുകള്ളത്താ. സത്യം അങ്ങനല്ല, കള്ളം കാട്ടു. മാറ്റി പറയല. ഒരു എക്സ് കള്ളനെ എഴുതേ. ഇപ്പൊ അതുപോലെ ഇവിടെ നെട്ടും ബോൾട്ടൊക്കെ അയച്ചിങ്ങനെ ജീവിക്കുന്നു. കയ്യില്ലേ? അല്ല ആദ്യമായിട്ട് കണ്ടപ്പോ എന്താണ് ഇതിപ്പോ എല്ലാവർക്കും പറഞ്ഞത്? ഈ മുടിയോട്
നിക്കുന്ന അവിടെ. എടാ എന്തുവാ പറഞ്ഞ്? ഞാൻ കേട്ടില്ല. ഇപ്പം ഇപ്പൊ കുറച്ചായാലും ഇങ്ങനെ കത്തി തുടങ്ങി. ഹലോ. ഇപ്പൊ കുറച്ചേരല്ലേ കത്തി തുടങ്ങി. ആ കീരിയല്ലേ അല്ല കീരി ദാസല്ലേ. ഇതൊക്കെ ഇവിടെ ഓയിലൊക്കെ ആയ കണ്ടില്ലേ? പണി എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ തുടച്ചുകൂടെ? കറിയോലയും ഗ്രീസൊന്നും ആക്കരുത് വണ്ടിയിൽ നിന്ന്. ഓക്കെ, അപ്പോഴാണ് സെറ്റായി. ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു കണ്ടീന. ശ്രദ്ധിക്കണേ, നാളെ അവരിങ്ങോട്ട് വരണ്ടല്ലേ, ഇതൊക്കെ നോക്കണ്ടേ? ഹലോ ബ്രോ. ഹലോ. ഹലോ, ഒരു മിനിറ്റ് കേൾക്കാമല്ലോ? അയ്യോ കേക്കാലോ. ഇപ്പൊ കേൾക്കാം. ഇവിടെ ക്ലീനിങ് സെറ്റിന് ക്ലീനിങ് കിറ്റിന് എത്രയാണ് ഒരെണ്ണം? 5000. 5000. ഓക്കെ, നമ്മളൊരു 100 200 ഒന്നിച്ച് വാങ്ങുവാണെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും? അപ്പൊ ഇവിടെ യൂസ് ചെയ്ത സാധനങ്ങളെന്തേ ഒക്കെ നീ മേടിച്ചോണ്ട് പോവാ? അല്ല ഇന്നത്തെ അങ്ങനെ 200 തരാനില്ലായിട്ടില്ല. ഇവിടെ 200. ഹലോ മിസ്റ്റർ, അല്ല നമ്മളൊരു എൻക്വയറി നടത്താണ്, ഒരു ഇവന്റിന്റെ അതെ. എൻക്വയറി നടത്താണ്, മനസ്സിലായോ? നമ്മള് മൊത്തത്തിൽ ഇപ്പൊ കൊണ്ടുപോകത്തൊന്നുമില്ല, നിങ്ങളെ പട്ടിണിയാക്കൂല. എന്നാലും എന്തോന്നാ വേണ്ടേ? ക്ലീനിങ് സെറ്റ് ഒരു 200 എണ്ണത്തിന് എന്റെ വില ഒരെണ്ണം പീസ് അറിയാൻ. ഓ 200 എണ്ണത്തിനാ? അതെ. ഹലോ, ഹായ് ബ്രോ. ഈ ചോപ്പ് തന്നെ. ഹലോ, നിങ്ങളുടെ വീക്കിലി റിപ്പോർട്ട് മേടിക്കാനായിരുന്നു. ഹലോ ബ്രോ, ബ്രോയുടെ പേരെന്താ? ഹലോ. ആ പിന്നെ കുടുക്കരതീശ. അതെ. സുഹൃത്തിന്റെ പേരെന്താണ്? ഈ കുടുക്കെന്ന് പറയുന്നത് ഫാമിലി നെയിം ആണ്? അല്ലല്ല, ഇത് എന്റെ പേരാണ്. ആണല്ലേ. എന്റെ പേര് കാട്ടുമോൻ. കാട്ടുമോൻ. എന്ത് പരിപാടി ഇവിടെ? ഇത് വീട്ടിൽ വിളിക്കുന്ന പേരാണോ റെക്കോർഡിക്കൽ ഇങ്ങനെയാണോ? കാട്ടുമോൻ എന്നാണ് എന്റെ പേര്. അങ്ങനെയാണ്, നമുക്ക് പേരിടാൻ അറിയില്ലാത്തോണ്ട് നമ്മളതിനിട്ടാണ്. ഓർപ്പനാണോ? എന്നെ പോലെയാണോ? പിന്നെ ഇവിടെ ഉള്ള എല്ലാരും അങ്ങനെ തന്നെയുണ്ട്. വണ്ടി ആരുടെയാണ്? ഈ ലൈറ്റ് എത്ര വണ്ടി? ചോദിച്ചാ പോരെ ബ്രോ? ഇത് ബ്രോയുടെ ആണോ വണ്ടി? ഇത് ബ്രോയുടെ തന്നെ വണ്ടി? എന്റേതല്ല, മിസ്റ്റർ എക്സൻ, ഞങ്ങളുടെ ബിസിനസ് എൻറ്റിറ്റി ആണ്. ഓക്കെ ഓക്കെ. വെറുതെ പോലീസിന്റെ ലൈറ്റ് ഒക്കെ വെച്ചേക്കണേ. നൈസ് വണ്ടി. ചെറിയ ലൂസാണേ കാര്യക്കട. വണ്ടിക്ക് പോയി വണ്ടി പെടുന്നുണ്ട്. വാ 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 വാ. ഹലോ, അരി ഷോക്കപ്പ് ലീക്ക് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഷോക്കപ്പ് ലീക്ക് ഉണ്ട്. ഓഫ് റോഡ് കയറാൻ കൊള്ളൂല്ലോ ചൂടേ വണ്ടി. ഭയങ്കര ഷോക്കാണ് ഓഫ് റോഡ് കയറാൻ. ബില്ലടിക്കും ചെയിനകത്ത്. അതെ സത്യം സത്യം. ടൈമിംഗ് ചെയിൻ അടിക്കുന്നുണ്ട്. ടൈമിംഗ് ചെയിൻ സൗണ്ട് അതെ അതെ. ടൈമിംഗ് ചെയിൻ പെട്ടെന്ന് കത്തി പോകുന്ന കേൾക്കുന്നുണ്ട് ഓഫ് റോഡ് ചെയ്യുമ്പോ. ടൈമിംഗ് ചെയിൻ പറഞ്ഞപ്പോ തന്നെ പോയേ. വലിയ പണി നടത്തില്ല. ഹായ് ബൂസ. മൂസാന്ന പേര്? ഹായ് ബൂസ. ഹായ് ബൂസ. ഹായ് ബൂസ. സോറി കേട്ടോ, ഹായ് മൂസാന്ന് വിചാരിച്ചേ. അപ്പൊ നമ്മളോട് പറഞ്ഞെടുത്ത് 200 കിറ്റ്. അതെ 200 കിറ്റ്. ഓണക്കിറ്റ് വേണോ? ഓണക്കിറ്റാ? ഇതെന്ത്? അല്ല അല്ലേ, എന്ത് കിറ്റായിരുന്നു? സാമ്പാർ കിട്ടടാ. ഞാൻ സാമ്പാർ കിറ്റ് ഇവിടെ വന്ന് വിളിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് പോലെ. അത് സാമ്പാർ വേണേ കോഴി കഫേലുണ്ടോ സാമ്പാർ? കോഴി കഫേ അടച്ചേക്കാണ്. വാ നമുക്ക് പോയി വെച്ചിട്ട്. അല്ലെങ്കിൽ 24 ഉണ്ടാവുമല്ലോ.
സൂപ്പർ മാർക്കറ്റ് ഒരുപാട് പോയാൽ ഉണ്ടോ അവിടെ? കിറ്റല്ലേ വേണ്ട, സാമ്പാറിനല്ലേ വേണ്ട. വയറുള്ളത്. എടാ പച്ചക്കറി ഇവിടുന്ന് വീട്ടിൽ കൊണ്ട് അരിയണം. അതെ. അരികാട്ട് മുന്നേ നന്നായിട്ടൊന്ന് ക്ലീൻ ചുമന്ന ചെയ്യണം. മുടിയുള്ള ചുരത്തിന്റെ അടുത്താണ് കിടക്കുന്ന വണ്ടി കേട്ടോ. ആ കിടക്കണ വണ്ടിയോ? അത് ആരുടെ വണ്ടിയാണെന്ന് അറിയാമോ? മിസ്റ്റർ എക്സിന്റെ. ശ്ശേ. എന്ത് പറ്റി? ഇവൻ വിചാരിച്ച് വേറെ ആരെയും വണ്ടിയുടെ മുകളിൽ ലൈറ്റ് ആയിട്ട് കൊടുത്താൽ ഞാനൊന്ന് മാസാവാൻ നോക്കിയതാണ്. നിനക്ക് അറിയത്തില്ലെങ്കിൽ അത് മിസ്റ്റർ എക്സിന്റെ എന്ന് പറഞ്ഞ് മാസാവാൻ നോക്കിയതാണ്. ഇപ്പൊ വർത്താനം മേലെ ഉള്ളത് മീറ്റിംഗ്. ഞാൻ സംസാരിക്കണോ? ഇത് എന്തിനാണ്? വേണ്ട, എനിക്ക് അല്ല, നീ സംസാരിക്കുന്നല്ലേ, എനിക്ക് പണി വരും. അതുകൊണ്ടാ ഒരു വണ്ടി വരുന്നു ഇപ്പൊ. ചിത്ത് കണ്ണൂർ നമസ്കാരം. ഈ കുട്ടി ഭയങ്കര ഇത് നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ? വളവൊക്കെ വളച്ചിന്റെ വളവ് ഉണ്ടോ? മിസ്റ്റർ എക്സിന്റെ വണ്ടി അടിച്ചിട്ട് ആ കൊച്ചിന്റെ വളവ് ഞാൻ കണ്ടില്ല. പേടിപ്പിച്ചാലാണ് വണ്ടി പറയുന്നത്. ഏതാ അറിയത്തില്ല, ചോദിച്ചു. 2 ലക്ഷം രൂപ ചോദിച്ചാലേ. ഞാൻ ഇവിടെ നിർത്താൻ വേണ്ടിട്ടാ. ആ കുഴപ്പമില്ല, ഞാനത് തരാം. ആ സെറ്റ്. അവിടുത്തെ ഇവിടെ വരാനാണോ നീ ഇതിൽ കയറിയത്? പിന്നെ ഇതിനുള്ളിൽ AC എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വണ്ടികളുടെ എഞ്ചിന്റെ ചൂടെടുത്തിട്ടേ വണ്ടി ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ ചൂടെടുത്തിട്ട് വയ്യ. കുറച്ചൊരു കാറിൽ കയറിക്കാലോ വിചാരിച്ചു. ദാമോ? അയ്യോ ഞാൻ റെഡി ആക്കില്ല. ഹലോ ദാമോ. ഓ 15 കോടി ഉണ്ടോ? 15 കോടിയാ? ഗാങ് ഫണ്ട് കൊടുക്കാടാ. ഗാങ് ഫണ്ട് കൊടുക്കാരാ? 50 CR നീ ഇത് കേട്ടല്ലേ? എന്റെ ആകെ 15 കോടി ഇതുണ്ട്. എനിക്ക് ഈ മാസം ലാസ്റ്റ് എങ്ങാണ്ട് തോന്നുന്നു, അറിയത്തില്ല. ടൈമുണ്ട്. ഇത്രയൊക്കെ 50 കോടി റെഡി ചെയ്യണ്ടേ? ഉച്ചക്കൊന്നും പണിയെടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. ഉച്ചക്കൊക്കെ പണിയെടുക്കാൻ കയറി കഴിഞ്ഞാൽ വേർക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ മറ്റേ ZRX പണിയെടുത്തോണ്ടിരിക്കുക. ZRX പിന്നെ ഇവരെനിക്ക് ശമ്പളം തരുന്നില്ല, പക്ഷെ എന്നാലും പണിയെടുക്കണ്ടേ? പണി കൊടുക്കണ്ടായിരുന്നു. പണി എടുക്കണ്ടേന്ന്. ഹലോ ബ്രോ. മുതലാളിയാണോ? പോയി ചോദിച്ചോട്ടെ. മുതലാളിയാ? ഇല്ല, എന്നെ പണിക്ക് വിടില്ല. ചേട്ടന്മാർ പണിക്ക് വിടില്ല. ഞാൻ അവരെ കണ്ണു വെട്ടിച്ച് വന്നിരിക്കുക. കുഴപ്പമില്ല, ഞാൻ ഇവിടെ നെട്ടും ബോൾട്ട് എടുത്ത് തുറക്കാൻ വേണ്ടി നിൽക്കണതാ. പഴയ വണ്ടിപ്രാന്തനായോണ്ട് അതുകൊണ്ട് പോകുന്നില്ലേ മനസ്സിൽ അല്ലേ കേടി? നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? ഈ BM-ന്റെ എഞ്ചിൻ എടുത്ത് ഈ ബൈക്കിൽ വെക്കാം. നല്ലൊരു ഐഡിയ ആണ്. പൊളിക്കും. അതുവരെ OG അക്കൗണ്ട്, ഇത് വേറെ അക്കൗണ്ട്. സത്യത്തിൽ എടുക്കണം, പക്ഷെ പൈസ ഇല്ല. ഏത് കാർ വേണം? ഇതേത് കാറ്? ഹലോ ബ്രോ. ആള് വന്നപാട് തുടങ്ങി. ലൈറ്റ് ഒക്കെ കത്തിച്ച് ബെറ്റർ. കസ്റ്റം വണ്ടിയാടാ, അത് കസ്റ്റം വണ്ടി. നല്ല വണ്ടി, ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. അവനോട് ചോദിച്ചു. ഫെറാരിയുടെ എഞ്ചിനോ? സ്വകാര്യയുടെ എഞ്ചിനാണോ? ഫെറാരി. വരാന്താണാ?
ഇവക്ക് ഭ്രാന്താണെന്ന്. ആർക്ക് ഇവൾക്കാ? ഈ പ്രാന്തുള്ള അതെ, അതെ. കൊച്ചിനെയാണോ പണിക്കെടുത്തുള്ളത്? ഇല്ല എയർ ഫിൽറ്റർ അയക്കാൻ പറഞ്ഞ ഓയിൽ ഫിൽറ്റർ മാറ്റത്. ഇവള് എടാ ഒരാള് ബില്ല് ചെയ്താൽ വേണ്ടി നിൽക്കണം, മനസ്സിലായി? ഒരാളെ ഇത് നിങ്ങൾക്കൊന്നൊരു ഉത്തരവാദിത്തം. ഹലോ, ഒരു വണ്ടി കണ്ട് ഞാൻ അപ്പൊ കേറി. ആഹാ, ഏയ് കസ്റ്റമറാണത്. ആരാണ് ബ്രോ? ഹലോ, അറിയാം. കാലടാ. സു- അല്ല ബ്രോ, നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഏ, നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? നമ്മളെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. പിന്നെ എന്തിനാ അടിക്കുന്നത്? എന്നെ അടിച്ചവൻ നേരിട്ട് വണ്ടി പണിയെടുക്കുന്നത്. കേട്ട 21 പിയല്ല അടിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകുന്നവർക്കൊന്നും പണി കൊടുക്കരുത്. നിന്നിപ്പോൾ എടുത്തില്ലോടാ. എടാ ഞാനിവിടെ പണിക്ക് വേണ്ടി കുറെ ഞാൻ നെറ്റ് ബോൾട്ട് വരാൻ വേണ്ടി കാണാം. അപ്രന്റീസ് അപ്പൻഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സാധനം. അത് അപ്രന്റീസ്. തപകതൊക്കെ അറിയാട്ടോ, അവളങ്ങനെ കൊച്ചാക്കല്ലേ. ഞാൻ ഇവനോട് പറഞ്ഞാണ്. ആ അങ്ങനെ പിന്നെ നിന്നോട്ടും കൂടി അങ്ങ് പറഞ്ഞതാണ്. തപന് മനസ്സിലായില്ലേ? വണ്ടിക്ക് പുതിയ ആർമൊക്കെ വന്നിട്ട് ആ അതിന്റെ മേലെ വരണാണ് ഈ അപ്പൻഡീസ്. വല്ല ഉപകാരം ഉണ്ടാ? വണ്ടി പൊളി കണ്ടിരിക്കോ? വണ്ടിയുടെ കാര്യം പറഞ്ഞേ, സോറി. വണ്ടിയുടെ കാര്യം. പിന്നെ ഞാൻ അപ്പൻഡീസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ 2 പണിയാണ്. ഓ പണിയാണ്. എത്ര കഴിച്ചപ്പാ? കസ്റ്റമൈസിങ് ഡീലർഷിപ്പിലല്ലേ വെക്കണ വേണ്ടിയല്ലേ അത്? ഇത് എത്ര മോഡലാണോ? സ്റ്റിയറിംഗ് ഇതൊക്കെ കണ്ടിട്ട് ഏകദേശം 2024 മോഡൽ. ലോക്ക് കുത്തി തുറന്ന പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ അമ്മായിയുടെ ഷോപ്പല്ല ഇത്, മനസ്സിലായ? കാട്ടികളടുത്തൊക്കെ വന്നിട്ട് ഓരോ കുത്തി തുറക്കാൻ നിൽക്കുക. ഇവനെയോ നന്നായി, നീ നന്നായില്ലേ? എന്നെ കൊണ്ടുവന്ന് ചീത്താക്കിയതാണ്. ആടാ നന്നായി, നീ നന്നായില്ല. ആശ നന്നായിട്ട് ശിശു നന്നായില്ല. ഞാൻ കള്ളനാണെങ്കിൽ കള്ളനെ കഞ്ഞി വെച്ചവനാ. എനിക്ക് ഡെയിലി കഞ്ഞി ഉണ്ടാക്കിയത് നീ തെണ്ടി. എവിടെ പോയിരുന്നു? നമ്മള് നേരത്തെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഇത് ഇവിടത്തെ തലമൂത്ത ആളാണ്. അതെ തലമൂത്ത ആള്. മൂത്ത ആൾക്കാരോട് സംസാരിക്കും കേട്ടി. ഒരു ഫ്രണ്ടിൽ ഒരു RGB ലൈറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കും. കോഴി കഫേക്ക് വരണ്ടാ? ഫുഡ് കഴിഞ്ഞ അതെ മോട്ടി കെട്ടി വെച്ച ബ്രോ, ഒന്ന് മൊത്തത്തിലൊന്ന് ശ്രദ്ധിക്കണേ.
ഈ കേടിനൊക്കെ ശ്രദ്ധിക്കണേ. ബോൾട്ട് ഇടുമ്പോ വാഷറൊക്കെ ഇടാൻ പറയണം. ഓക്കെ, എഞ്ചിൻ ബോൾട്ട് ഇടുമ്പോ മറ്റേ അലുമിനിയത്തിന്റെ വാഷർ ഉണ്ട്. ഓക്കെ, ആരോടാ നീ പറയുന്നത്? ഇല്ല ഞാൻ പോവാണ്, ഞാൻ ഫുഡ് അടിച്ചിട്ട് വരാം. പോയിട്ട് വരാം. അതെന്താ ഈ എന്താ ബ്രോ? ഈ എന്താ? എന്നാ ഞാൻ പോണില്ല. ഇതിനെ പറ്റിച്ചേ. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വേറൊരു സൂത്രപ്പണി അറിയാം. ഈ ഇല എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒറ്റ അടി